പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് കൊണ്ടുവന്ന സേവനാവകാശം സെക്രട്ടേറിയറ്റിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ അതിനായി എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്? സെക്രട്ടേറിയറ്റും ഇതിൻ്റെ പരിധിയിൽ തന്നെ വരും. ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാം തന്നെ ഇതിനകത്ത് ബാധകമായിട്ട് വരും. അത് കാര്യത്തിൽ സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ചില സംശയങ്ങൾ പലരും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിന് അടിസ്ഥാനമില്ല. സെക്രട്ടേറിയറ്റും ഇതിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. സർ, സർക്കാർ ഓഫീസുകളിൽ ലഭിക്കുന്ന പരാതികൾ എടുക്കുന്ന തീരുമാനം പരാതിക്കാരനെ അറിയിക്കണമെന്നിരിക്കെ MLA-മാർ നൽകുന്ന പരാതികൾക്ക് പോലും മിക്ക ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നില്ല എന്ന കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശക്തമായ നടപടി സ്വീകരിക്കണം. നമ്മളുടെ പൊതുവായ നിർദ്ദേശമനുസരിച്ച് MLA ഒരു പരാതി അയച്ചാൽ അത് കിട്ടിയെന്നുള്ള മറുപടി ഉടനെ കൊടുക്കണം. അതിന്മേൽ സ്വീകരിച്ച നടപടി വിശദീകരിച്ചുകൊണ്ട് രണ്ടാമത്തെ മറുപടി കൊടുക്കണം. ഇതാണ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അതിന് വ്യത്യസ്തമായി ആ മറുപടികൾ കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ നിശ്ചയമായും അത് ഗൗരവമായിട്ട് തന്നെ എടുക്കുന്നതാണ്. സർക്കാരിന് സാധ്യമാകുന്ന, ഉദാഹരണമായി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഇപ്പോൾ ഒരു ഗൃഹനാഥൻ മരിച്ചുപോയാൽ വിധവകൾക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഗൃഹനാഥന് മാത്രമായിരിക്കും അവരുടെ ക്ഷേമനിധി കാർഡുള്ളത്. അതുപോലെ തന്നെ പല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ആ പോസിറ്റീവ് ആ രീതിയിൽ ഇടപെടുന്നില്ല. ഈ തിരുവനന്തപുരത്ത് പോലും തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടിക്കാറ്റടിച്ചപ്പോൾ പ്രകൃതിക്ഷോഭമുണ്ടായ സമയത്ത് കാറ്റിനെ പ്രകൃതിക്ഷോഭത്തിൽ ഒരിക്കലും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പട്ടികവർഗക്കാരുടെ വീടുകൾ തകർന്നിട്ട് പോലും ആ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അവസാനം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ മാനുഷികമായ പരിഗണന വെച്ച് പ്രശ്നങ്ങളെ സമീപിക്കാനും ആ പ്രശ്നങ്ങളെ പോസിറ്റീവായി കണ്ട് പരിഹാരം കാണുന്നതിനും ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും സംവിധാനമുണ്ടോ? സർ, ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഉണ്ടാക്കുന്നതിന് അനുഭാവപൂർവമായ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് തന്നെയാണ് വേണ്ടത്. പക്ഷേ എല്ലാത്തിനും ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറയാനും സാധിക്കത്തില്ല. ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ കാര്യം ബഹുമാനപ്പെട്ട മെമ്പറൂടെ പറഞ്ഞു. ഇന്ന് ഉള്ള വ്യവസ്ഥയനുസരിച്ച് ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സഹായിക്കാൻ വ്യവസ്ഥയുണ്ട്. പക്ഷേ മൃതദേഹം കിട്ടിയിരിക്കണം. മൃതദേഹം കിട്ടിയില്ലെങ്കിൽ 7 വർഷത്തേക്ക് ആ കുടുംബത്തിന് സഹായിക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ നിയമം. ഞാൻ ആ നിയമം മാറ്റാനായിട്ട് എഴുതി കൊടുത്തിരിക്കുക. സാർ, നമ്മൾ അതിന് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നിലവിലുള്ള വ്യവസ്ഥ 7 വർഷം കാത്തിരിക്കണം. കാരണം ഈ മൃതദേഹം കിട്ടിയില്ലെങ്കിൽ കടലിൽ പോയി വള്ളം മറിഞ്ഞ് ആളെ കാണാതെയായാൽ സ്വാഭാവികമായും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് മരണപ്പെട്ടു എന്നുള്ളതാണ്. 1,00,000 കേസ് ചിലപ്പം വല്ലതും തിരിച്ചു സംഭവിച്ചേക്കുമോ എന്ന സംശയത്തിൻ്റെ പേരിൽ 7 കൊല്ലത്തേക്ക് ഈ വിധവയും അവരുടെ കുട്ടികളും കാത്തിരിക്കണമെന്ന് പറയുന്നത് വളരെ ക്രൂരതയാണ്. അത് മാറ്റണം. അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് വേണം എന്ന് പറയുമ്പോൾ ചട്ടങ്ങളിൽ മാറ്റങ്ങളും നിയമങ്ങളിൽ വ്യത്യസ്തമായ തിരുത്തലുകളും ആവശ്യമായിട്ട് വരും. അതിന് നമ്മളും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ PK ബഷീർ. ഈ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെ ഓഫീസുകളിലും ഒക്കെ എത്തുന്ന ഫയലുകൾ അതിൽ തീരുമാനമെടുക്കാൻ 2-3 മാസം ഒക്കെ സമയമെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് സെക്രട്ടറിയുടെ അടുത്തൊരു ഫയൽ ഫോളോ ചെയ്തപ്പോൾ 56 ദിവസമാണ് സാർ ആ ഫയൽ അവിടെ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത സമയത്തിനകം ഒരു ഫയൽ തീർപ്പാക്കാൻ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സാറ്, നിയമപരമായ തടസ്സങ്ങളില്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ലെങ്കിൽ ഓരോ ഫയലും അത് വേഗത്തിൽ മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഫയൽ എങ്ങനെയും തീർക്കണം എന്ന് ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഒരു ഗുണനിലവാരമില്ലാത്ത വിധത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു തീരുമാനം എടുക്കുന്നതിനോട് യോജിപ്പില്ല.
പക്ഷേ നിയമപരമായ പ്രശ്നങ്ങളില്ലെങ്കിൽ, സാങ്കേതികമായ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കണം എന്നാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇപ്പം അങ്ങ് പ്രഖ്യാപിച്ച സേവനാവകാശ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ, സാധാരണക്കാരും പാവപ്പെട്ടവരായ ജനങ്ങളുടെ മുമ്പിൽ അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സാർ, പത്രത്തിലൂടെ സ്ഥലം പരസ്യമുണ്ട്. ആ പരസ്യം കൊണ്ട് മാത്രം പത്രത്തിനെ വായിക്കുക എത്ര മനുഷ്യരുണ്ട്? ആ നിലയ്ക്ക് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമസഭകളിൽ നമ്മുടെ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ, അത് ഈ സേവനാവകാശ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉള്ള നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത് പൂർണ്ണമായിട്ട് എത്തിക്കുക എന്ന നയം സ്വീകരിക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഈ നിയമം 50% ആളുകൾ പോലും അറിയുന്നില്ല സാർ. MLA പോലും അറിഞ്ഞു വരുന്നുള്ളൂ. ആ നിലയ്ക്ക് സാധാരണക്കാരെ ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാൻ കഴിയും? അവിടെ ഗ്രാമസഭകളെ ശക്തിപ്പെടുത്തുകയും ആ ഗ്രാമസഭകളിൽ ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് ശക്തമായ നിർദ്ദേശം പഞ്ചായത്തുകൾ കൊടുക്കുക, ഗ്രാമപഞ്ചായത്ത് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? സാറേ, ഗ്രാമസഭകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് പറഞ്ഞത് വളരെ നല്ല നിർദ്ദേശമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമസഭകൾ സജീവമായാൽ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഗ്രാമസഭകൾ സജീവമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് പലപ്പോഴും അവിടെ ഉണ്ടാകാവുന്ന വിഭാഗീയതയും ചെറിയ ചെറിയ തർക്ക വിഷയങ്ങളും ഗ്രാമസഭകളുടെ സുഗമമായ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നില്ല. ഗ്രാമസഭകൾ സജീവമായാൽ നമ്മുടെ സമൂഹത്തിലെ വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഈ ഡിസ്ട്രിക്റ്റ്, ഇന്ത്യയിലെ മുഴുവൻ ഡിസ്ട്രിക്റ്റുകളും ഈ ഡിസ്ട്രിക്റ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക സംസ്ഥാനം ഇന്നിപ്പോൾ കേരളം. ആ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലെത്തി. റവന്യൂ വകുപ്പാണ് ഇന്നിപ്പം അതിൻ്റെ സേവനങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത്. 23 സേവനങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 20 ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞു. ഈ സിസ്റ്റം നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇന്നിപ്പം KSRT ഇന്ന് ട്രാൻസ്പോർട്ടിൽ ഇന്ന് പേയ്മെന്റ് ഇന്ന് ഇതാക്കുകയാണ്. നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഈ മാറ്റം വരുത്തിക്കൊണ്ട് ഈ സേവനങ്ങൾ യഥാസമയം, ക്വാളിറ്റി സർവീസ് യഥാസമയം ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. എപ്പോഴും ജനങ്ങൾക്ക് ഗവൺമെന്റിനെ കുറിച്ച്, സിസ്റ്റത്തെക്കുറിച്ച് എതിർപ്പ് വരുന്നത് അവരാഗ്രഹിക്കുന്ന സേവനങ്ങൾ സമയത്ത് കിട്ടുന്നില്ല. ഇന്ന് എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം സമയമാണ്. അത് ഇന്ന് ഒരു ദിവസം കാത്തിരിക്കാൻ ആർക്കും മനസ്സില്ല, അതിന് സമയമില്ല. അത് മനസ്സിലാക്കി ഗവൺമെന്റും ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് കൂട്ടായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ്. അതിന് നമുക്ക് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം. നിലവിലുള്ള പൊതുഭരണ സമ്പ്രദായത്തിൽ സാധാരണ ജനങ്ങൾക്ക് നീതി കിട്ടാൻ വളരെയേറെ കാലതാമസമെടുക്കുന്നുണ്ടെന്ന് അങ്ങയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോൾ അങ്ങ് ഈ രാജ്യത്ത് 14 ജില്ലകളിൽ നടന്ന് നീതി നിർവഹണത്തിന് വേണ്ടി കഠിനമായ ശ്രമം നടത്തി. അതിൽ എത്ര ലക്ഷം പരാതികൾ കിട്ടി, എത്ര ലക്ഷം പരാതികൾക്ക് പരിഹാരം കണ്ടു, എങ്ങനെയാണ് ഈ പൊതുഭരണം മെച്ചപ്പെടുത്തുന്നത് അങ്ങയുടെ യാത്രയിൽ സഹായമായത് ഒന്ന് വ്യക്തമാക്കാം. സാറേ, എനിക്ക് ഈ ജനസമ്പർക്ക പരിപാടി വലിയൊരു അനുഭവമായിരുന്നു. വളരെയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളെല്ലാത്തിനും ആരെയെങ്കിലും കുറ്റം പറഞ്ഞാൽ സാധിക്കില്ല. ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? പല കാര്യങ്ങളും നിലവിലുള്ള വ്യവസ്ഥിതി അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഓരോ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റിൽ വെച്ച് അതിന് മാറ്റങ്ങൾ വരുത്തി നിരവധി ഗവൺമെന്റ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനപക്ഷം എന്നും പറഞ്ഞൊരു പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്. എല്ലാ MLA-മാർക്കും കൊടുക്കുന്നതിന് നേരത്തെ തന്നെ കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഏതായിരുന്നാലും അത് കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം കൂടി ചെയ്യുന്നതാണ്. കാരണം മാറ്റങ്ങൾ പലത് കൊണ്ടുവന്നിരിക്കുന്നു. ആ മാറ്റങ്ങൾ അനുസരിച്ച് ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കത്തുള്ളൂ. അത് നമ്മളെല്ലാം ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടി വരും. ഒരു വകുപ്പിന്റെ കീഴിൽ ഉള്ള ഭൂമി മറ്റൊരു വകുപ്പിലേക്ക് കൈമാറപ്പെടുകയാണെങ്കിൽ അജൂർ കച്ചേരിയിലെ ക്രിയകൾക്കും പ്രക്രിയകൾക്കും ശേഷം അനന്തമായ കാലതാമസത്തിന് ശേഷം നിർമ്മാണം തുടങ്ങിയാൽ തന്നെയും അതിന്റെ എസ്റ്റിമേറ്റ് തുക അനന്തമായി വർദ്ധിക്കുകയാണ്. ഇത് കാരണം സർക്കാരിന് വലിയ ബാധ്യതയുണ്ടാകുന്നു സാർ. ഈ സ്ഥിതി കണക്കിലെടുത്ത്
സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റ നടപടികൾ ലഘൂകരിക്കുകയും ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ 2 മാസത്തിനകമെങ്കിലും ആരംഭിക്കാൻ വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേകമായ സംവിധാനമുണ്ടാക്കാൻ ശ്രദ്ധിക്കാമോ സാർ? സാറേ, ഗവൺമെന്റിന്റെ വകുപ്പുകൾ തമ്മിൽ ഭൂമി കൈമാറ്റമാണെങ്കിൽ നയപരമായ ഒരു തീരുമാനം മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് എത്രയും വേഗത്തിലാക്കാം. പക്ഷെ നയപരമായ ഒരു തീരുമാനം ഈ ഭൂമി വിട്ടുകൊടുക്കാൻ ആ ഡിപ്പാർട്ട്മെന്റ് സമ്മതിച്ച് അത് വേണം. നയപരമായ ഒരു തീരുമാനം മാത്രം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വളരെ വേഗത്തിലാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് പലപ്പോഴും പ്രശ്നം വരുന്നത് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനന്തമായ താമസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗവൺമെന്റ് ഭൂമി നയപരമായ തീരുമാനം എടുത്ത ശേഷം എവിടെങ്കിലും താമസം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചാൽ അതിന് പരിഹാരം വേഗത്തിലുണ്ടാക്കാം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ എത്രയും പെട്ടെന്ന് അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി നല്ല പരിശ്രമം ഈ ഗവൺമെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. സാർ, ഇവിടെ MLA ഒരു കത്ത്, ഒരു നിവേദനം മന്ത്രിമാർക്ക് നൽകിയാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഗവൺമെന്റ് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാർഡ് കിട്ടും. ആ കാർഡ് കിട്ടിയാൽ മനസ്സിലാക്കിക്കോണം ആ ഫയൽ അതിനോടുകൂടി അവസാനിച്ചു എന്ന്. അതിനുശേഷം ഒരു നടപടിയെ സംബന്ധിച്ചും MLA അറിവ് കിട്ടാറില്ല. ആ ഫയലിന് ഒരു പരിഗണനയും നൽകാറില്ല. ഈ കൊടുക്കുന്ന നിവേദനത്തിന് എന്ത് നടപടികൾ കൈക്കൊണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകണം. കൊടുക്കുന്ന നിവേദനങ്ങൾ അത് എന്ത് നടപടിയെടുത്തു എന്നുള്ളത് മന്ത്രിമാരെ അറിയിക്കണം, ജനപ്രതിനിധികളെ അറിയിക്കണം. അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. സാറേ, ഞാൻ നേരത്തെ സി ദിവാകരൻ പറഞ്ഞ മറുപടിക്കകത്ത് ഒരു ഭാഗം മാത്രമേ പറഞ്ഞുള്ളൂ. അദ്ദേഹം എത്ര അപേക്ഷകൾ കിട്ടി, എത്ര തീരുമാനം എടുത്തു എന്ന് ചോദിക്കുകയുണ്ടായി. 5 ലക്ഷത്തിലധികം അപേക്ഷകളാണ് കിട്ടിയത്. അതിലേതാണ്ട് 1,22,000 അപേക്ഷകൾ ഒഴിച്ചു ബാക്കിയുള്ളതിനകത്തെല്ലാം തീരുമാനം എടുത്തു. മറ്റുള്ളത് പലതും നിയമപരമായ പ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും തർക്കങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ ആളുകൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇതാണ്. തീർക്കാവുന്ന അത്രയും പരാതികൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പക്ഷേ 1,22,000 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനിയും തീരാതെ കിടക്കുന്നത്. അതിന് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട്. സാർ, ബഹുമാനപ്പെട്ട ശിവദാസൻ നായർ ഇവിടെ പറഞ്ഞ കാര്യം വളരെ ഗൗരവമായിട്ട് തന്നെ ഗവൺമെൻറ് കാണുന്നു. നിശ്ചയമായും MLA പരാതിക്ക് മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു മറുപടി കൊടുക്കണം. രണ്ടാമത് ഫയലിൽ വന്ന് അത് പരിശോധിച്ച ശേഷം ഫൈനൽ റിപ്ലൈയും കൊടുക്കണം. ഇതാണ് വന്നിരിക്കുന്നത്. പൊതുഭരണ നിലവാരം ഉയർത്തുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും വേണ്ടി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് സാധാരണമാണ്. പക്ഷെ പലതിനും കാലതാമസം ഉണ്ടാകുന്നു. അതിവിടെ ആവർത്തിക്കപ്പെട്ടു. സാർ, ഇവിടെ MLA അയക്കുന്ന കത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു VIP എന്ന് എഴുതി ഒരു മറുപടി കിട്ടുന്നതല്ലാതെ എന്താണ് അതിൽ നടപടി സ്വീകരിച്ച് എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് MLA അയക്കുന്ന കത്തിനെങ്കിലും ഒരു സമയപരിധിക്കുള്ളിൽ അതിൽ എടുത്തിരിക്കുന്ന ആക്ഷൻ ടേക്കൺ എന്താണ് എന്ന് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു മറുപടി കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി. ഇപ്പൊ ജനകീയതയ്ക്ക് അന്തർദേശീയ അവാർഡ് ലഭിച്ച അങ്ങയുടെ കാലഘട്ടത്തിലെങ്കിലും ഇത് ഉണ്ടാകുമോ എന്ന് ഉണ്ടാകണം. അതിനുവേണ്ടി നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കണം. സാറേ, ഞാൻ പറഞ്ഞു, ഇവിടെ നിലവിലുള്ളൊരു സിസ്റ്റം ഇതാണ്. ആ സിസ്റ്റം ഇന്ന് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ കത്ത് കിട്ടിയാൽ അന്നേരം തന്നെ ഒരു മറുപടി, അത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ റിപ്ലൈ ഒന്നുകിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന ഫയലിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി അത് നൽകേണ്ടതാണ്. ഏതായിരുന്നാലും ഞാൻ ഇവിടെ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം എല്ലാ വകുപ്പുകൾക്കും കൊടുക്കുന്നതാണ്. എന്നിട്ടും ആർക്കെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കണം. അതിനുള്ള നടപടി ഉണ്ടാകും.